CPM അറിയാതെ അല്ലല്ലോ ശബരിമല കൊള്ളാടുന്നത്. ശബരിമല മാത്രമാണ്, നമ്മുടെ പല ക്ഷേത്രങ്ങളും കൊള്ളാടുന്നിരിക്കുക. അത് മുഴുവൻ CPM സഹാക്കന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കും. ഇവിടെ പത്മകുമാർ തന്നെ വളരെ പച്ചയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്ത്രീ പ്രവേശനം നടത്തി പോലും പത്മകുമാർ അറിഞ്ഞിരുന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് പത്മകുമാറിനെ ഇനി നടപടിയിലേക്ക് പോയാൽ പത്മകുമാറുള്ള കാര്യം തുറന്നു പറയും. അതിന് ഒന്നാമത്തെ പ്രതിയായിട്ട് പിണറായി വിജയൻ വരും. പിന്നെ അതായത് ശ്രീ PC ജോർജ്, കടുത്ത നടപടികൾക്ക് തടയിട്ടത്, പ്രതിരോധം തീർത്തത് CPM-ന്റെ ഈ നേതാക്കൾ തന്നെയാണല്ലേ, മുതിർന്ന നേതാക്കൾ? യാതൊരു സംശയം വേണ്ട. CPM-ന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് ആ ശബരിമലയുള്ള കൊള്ള നടന്നിരിക്കുന്നത്. ശബരിമല മാത്രമല്ല, ഏതെല്ലാം ക്ഷേത്രത്തിൽ കൊള്ള നടന്നു, ഏതെല്ലാം സഹകരണ ബാങ്ക് കൊള്ളയടിച്ചു. അപ്പൊ അതിന്റെ കൊള്ളയുടെ കാര്യങ്ങൾ മുഴുവൻ പത്മകുമാറിന് അറിയാം. അത് പത്മകുമാറിന്റെ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ പത്മകുമാർ അത് മുഴുവൻ വിളിച്ചു പറയും. അപ്പോ അങ്ങനെ ജീവചരിത്രം എഴുതാൻ പോവാണ്. എനിക്ക് നന്നായിരിക്കും. ആ നിലയ്ക്ക് അത് എഴുത്ത് നിർത്തിക്കാൻ വേണ്ടി നടപടി വേണ്ടെന്ന് വെച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ PC ജോർജ്, ഈ സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ